ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 5, 2026 വ്യാഴാഴ്ച. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഡയറിയിലെ 36ാമത്തെ ദിവസം. ഇന്ന് രാവിലെ എണീച്ചിട്ട് എൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ബാഗ് പാക്ക് ചെയ്യലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇന്നത്തെ എൻ്റെ യാത്ര വയനാട്ടിലേക്കാണ്. പക്ഷെ ഇന്നത്തെ എൻ്റെ യാത്രയ്ക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് എൻ്റെ കൂടെ യാത്രയ്ക്ക് മറ്റൊരാൾ കൂടിയുണ്ട്. അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ വേറൊരാളുടെ കൂടെയാണ് പോകുന്നത്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചുണ്ടയിൽ വെച്ചിട്ടായിരുന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നല്ല ബീഫ് ചാപ്സും പൊറോട്ട, പിന്നെ അതിൻ്റെയൊക്കെ കോമൺ സുഹൃത്ത് വിത്തൗട്ട് കോഫി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഇന്നത്തെ ആക്സിഡന്റ് കാണുന്നത്. കാര്യമായിട്ട് എന്തോ തന്നെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾക്ക് നിർത്തി സഹായിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇന്നത്തെ ഞങ്ങളുടെ വർക്കിന്റെ പാറ്റേൺ ഒരു പ്രത്യേക രീതിയിലുള്ളായിരുന്നു. പല സ്ഥലങ്ങളിലൂടെ കറങ്ങിയാണ് ഞങ്ങൾ ഇന്നത്തെ വർക്ക് ഉച്ചയാകുമ്പോഴേക്കും തീർത്തത്. ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഇവിടെ നിന്നായിരുന്നു. ചുള്ളിയോടുള്ള ഒരു ചെറിയ ഹോട്ടൽ. വീട്ടിലെ ഭക്ഷണം എന്ന് ചെറുതായിട്ട് മുമ്പിൽ ഒരു ബോർഡ് ഉണ്ട്. ഉള്ളിലേക്ക് കയറിയാലും അതേ അന്തരീക്ഷം തന്നെ. നമ്മളെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഓരോ വിഭവങ്ങളും ഓരോ പാത്രത്തിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. അങ്ങനെ ഒടുവിൽ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ കൂടെയുള്ളത് ആരാണെന്ന് നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും. ഓപ്പൺ ബയോമെഡിക്കൽസിലെ ജയ്ജിത്ത് ഏട്ടനാണ്. ഒടുവിൽ വൈകുന്നേരമായി തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വർക്ക് ക്ലോസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. വർക്ക് ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു റൂം എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്ത് പോകുമ്പോഴാണ് ഫുഡ് കഴിക്കാനുള്ള ഓർമ്മ വരുന്നത്. അടുത്ത് കണ്ട അറബിക് റെസ്റ്റോറന്റ് ഞങ്ങൾ വണ്ടി നിർത്തി. ഇന്നത്തെ ഡിന്നർ ഇവിടെ വെച്ചാക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക്. രാവിലെയും ഉച്ചയ്ക്കും നല്ല ഹെവി ആയി തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് രാത്രി ഭക്ഷണം കുറച്ച് കുറയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറുന്നത്. പക്ഷെ അന്വേഷിച്ച് വന്നപ്പോൾ കുറയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റം അവിടെ ഇല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഷവായ തന്നെ മേടിക്കേണ്ടി വന്നു. ഷവായുടെ മത്ത് പോക്കാൻ വേണ്ടിയിട്ട് ഒരു വിത്തൗട്ട് ബ്ലാക്ക് കോഫിയും കുടിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇന്ന് മുഴുവനുള്ള അലച്ചിൽ കാരണം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല റൂമിനുള്ള തിരച്ചില്ലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇന്നത്തെയും എൻ്റെ ഡയറി കുറിപ്പുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.